കല്ലൂർക്കാട് കുട്ടികളുമായി പോകവെ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. പുക ഉയരുന്നത് കണ്ട ഉടനെ കുട്ടികളെ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബസ് പൂർണ്ണമായി കത്തിനശിച്ചു. വാഴക്കുളം സെയിന്റ് തെരേസാസ് ഹൈസ്കൂളിലെ ബസ്സാണ് കത്തിനശിച്ചത്. സ്കൂളിലേക്ക് കുട്ടികളുമായി പോകുന്നതിനിടെ രാവിലെ 9:30യോടെയായിരുന്നു അപകടം. കല്ലൂർക്കാട് നീറാമ്പുഴ കവലയ്ക്ക് സമീപം എത്തിയപ്പോൾ ബസിന്റെ മുൻഭാഗത്തു നിന്ന് പുക ഉയരുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സമയം 25 കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ഉടൻ ബസ് നിർത്തിയ ഡ്രൈവർ കുട്ടികളെ പുറത്തിറക്കി. മിനിറ്റുകൾക്കകം ബസ്സിനകത്തേക്ക് തീ പടർന്നു. കല്ലൂർക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചെങ്കിലും ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. കുട്ടികളെല്ലാം സുരക്ഷിതരാണ്. ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലാണ് വൻ അപകടം ഒഴിവാക്കിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. നെയ്യാറ്റിൻകര മാരായമുട്ടത്ത് പോലീസുകാരൻ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ ഡ്രൈവറായ രാഹുൽ ബാബുവാണ് ഭാര്യ പ്രിയയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. 7 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തിയായി. ഇത്തവണ 53 ലക്ഷം തീർത്ഥാടകരാണ് ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തിയത്. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിവിധ സംഘടനകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി തീർത്ഥാടകർക്ക് സുഖദർശനം ഒരുക്കാൻ സാധിച്ചുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പുലർച്ചെ 5 മണിക്ക് നട തുറന്ന ശേഷം കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടന്നു. തുടർന്ന് പന്തളം രാജപ്രതിനിധി അയ്യപ്പ ദർശനം നടത്തി. ശേഷം ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി ശബരിമല നടയടച്ചു. പന്തളത്തേക്ക് തിരുവാഭരണം അടക്ക ഘോഷയാത്രയും ആരംഭിച്ചു. $53 ലക്ഷത്തിലധികം ഭക്തരാണ് മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അയ്യപ്പ ദർശനത്തിനായി എത്തിയത്. ഇതിൽ 10 ലക്ഷത്തോളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് മുഖേന ദർശനം നടത്തി. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ശബരിമലയിൽ ഉണ്ടായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമലയിലെ ചുമതലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വകുപ്പ് മന്ത്രിമാരും അവരുടേതായ ഉദ്യോഗസ്ഥരെ വിളിച്ചു കൂട്ടി പമ്പയിൽ വെച്ചിട്ടായാലും ഓഫീസിൽ വെച്ചിട്ടായാലും കൃത്യമായ ചുമതലകൾ നിർവഹിച്ചു. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ 8 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോംവർക്കിന്റെ പരിശ്രമം കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. വാഹന പാർക്കിംഗ്, തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിനുള്ള പന്തലുകൾ, അന്നദാനം, കുടിവെള്ളം, പ്രസാദ വിതരണം, ഗതാഗതം തുടങ്ങി എല്ലാ മേഖലകളിലും മികച്ച സൗകര്യമാണ് സർക്കാരും ദേവസ്വം ബോർഡും തീർത്ഥാടകർക്കായി ഒരുക്കിയത്. പോലീസ് സേവനവും ഇത്തവണ മികച്ച രീതിയിൽ നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട. തൃശൂർ തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിലെ വേലയ്ക്കിടെ ആനയിടഞ്ഞു. ഊട്ടോളി അനന്തൻ എന്ന ആനയാണ് ഇടഞ്ഞത്. രാവിലെ എഴുന്നള്ളിപ്പിന് എത്തിക്കുന്നതിനിടെയാണ് ആനയിടഞ്ഞത്. ആന ഇടഞ്ഞ് പരിഭ്രാന്തി പരത്തിയെങ്കിലും ഉടൻ തന്നെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ചു. മലപ്പുറം കരുളായി കരിമ്പുഴയിൽ കാട്ടാന ഇറങ്ങി പാലാങ്കര പാലത്തിനു സമീപമാണ് കാട്ടുകൊമ്പനെത്തിയത്. 2 മാസമായി മേഖലയിൽ കാട്ടാന സാന്നിധ്യം പതിവാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് കരുളായി വനത്തിൽ ആദിവാസി വീട്ടമ്മയും യുവാവും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം വിതുര തലത്തുത്തക്കാവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളികൾക്ക് പരിക്ക്. ടാപ്പിംഗ് തൊഴിലാളികളായ ശിവാനന്ദൻ കാണിയെയാണ് ആന ആക്രമിച്ചത്. നട്ടലിന് പരുക്കുണ്ട്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലത്തുത്തക്കാവ് പാലത്തിന് സമീപം ആക്രമണം നടന്നു. ആന ശിവാനന്ദനെ ചുഴറ്റി റബ്ബർ തോട്ടത്തിൽ എറിയുകയായിരുന്നു.
കണ്ണൂർ ആലക്കോട് കുറ്റിപ്പുഴ റോഡിൽ പുലി ഇറങ്ങിയതായി സംശയം. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ പുലർച്ചെയാണ് പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ പറയുന്നത്. പുലർച്ചെ ടാപ്പിംഗിനിടെ ശബ്ദം കേട്ടാണ് തൊഴിലാളിയായ ബിനോയ് പരിശോധന നടത്തിയത്. വെളിച്ചം കണ്ണിൽ പതിച്ചതോടെ കാടുപിടിച്ച് കിടന്ന ഭാഗത്തേക്ക് പുലി ഓടിപ്പോയി. ഉടൻ അയൽവാസിയായ സുഹൃത്തിനെ വിളിച്ച് ഒപ്പം നിർത്തി ടാപ്പിംഗ് ജോലികൾ പൂർത്തിയാക്കി. ടാപ്പിംഗ് ഒരു 50 മീറ്റർ അകലുന്ന് കാണുന്നത്, പക്ഷെ അത് എന്റെ അടുത്തേക്ക് എന്നെ വന്നു. അതിന്റെ നേരത്തെ 4ാമത്തെ പാറ്റുവാരം വഴി കടന്നു പോയെന്നതാണ് എന്റെ അടുത്ത് വന്നിട്ട്. പുലിയുടെ സാന്നിധ്യം സംശയിക്കുന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മേഖലയിൽ കാട്ടുപന്നി ശല്യവും രൂക്ഷമാണ്. ഇതുവരെ അങ്ങനെ ശല്യങ്ങളില്ലായിരുന്നു. ഇപ്പം ഒരു 2-3 മാസമായിട്ട് കാട്ടുപന്നിയുടെ ശല്യമുണ്ട്. കാട്ടുപന്നിയുടെ ശല്യം നന്നായിട്ട് ശല്യമുണ്ട്. അതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഈ പുലിയുടെ ഇത് പറയുന്നത്. ഇത് ശരിക്കും ടാപ്പിംഗ് തൊഴിലാളികളുടെ ഒത്തിരി ടാപ്പിംഗ് തോട്ടങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് ടാപ്പ് ചെയ്യാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒന്നും കണ്ടെത്താനായില്ല. ആലക്കോട് പഞ്ചായത്തിലെ നരിയാമ്പാറ, കോട്ടയാട് വാർഡുകളിലെ അതിർത്തിയിലാണ് പുലിയെ കണ്ടെത്തി എന്ന് പറയുന്ന പ്രദേശം. സമീപ പഞ്ചായത്തുകളിൽ പുലിയുടെ സാന്നിധ്യം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് 18 ആലക്കോട്. തിരുവനന്തപുരം വെള്ളനാട് തെരുവുനായയുടെ ആക്രമണം രൂക്ഷം. സ്കൂൾ വിദ്യാർത്ഥിയടക്കം 4 പേർക്ക് കടിയേറ്റു. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. വെള്ളനാട് ജംഗ്ഷനിലും പരിസരങ്ങളിലുമായി തെരുവുനായയുടെ ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയടക്കം 4 പേർക്ക് കടിയേറ്റു. വെള്ളനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി കമ്പനിമുക്ക് സൗപർണികയിൽ അഭിനവ്, വെള്ളനാട് കൊളക്കോട് രോഹിണി ഭവനിൽ യമുന, വാളിയറ രേണുക ഭവനിൽ ശ്രീകല, വെള്ളനാട് കണ്ണീർവിള കോയ്ക്കു വീട്ടിൽ ശ്രീവിദ്യ എന്നിവർക്കാണ് കടിയേറ്റത്. വെള്ളനാട്ടിൽ പണിക്കെത്തിയ വിതുര സ്വദേശി റമീസ് തലനാരിഴക്കാണ് നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് ഒരാൾക്ക് കാലിനും പരിക്കേറ്റു. എല്ലാവരും വെള്ളനാട് ആശുപത്രിയിൽ ചികിത്സ തേടി. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വെള്ളനാട്ടിൽ നായയുടെ ആക്രമണമുണ്ടായത്. നായയെ പിന്തുടർന്ന നാട്ടുകാർ പേപ്പട്ടിയാവാമെന്ന സംശയത്തിൽ പമ്മത്തുമൂലയിൽ വെച്ച് നായയെ അടിച്ചു കൊന്നു. ന്യൂസ് 18 വെള്ളനാട്. സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവത്തിൽ നേട്ടം കൊയ്ത പ്രതിഭകളെ അനുമോദിക്കുന്നതിന് വിജയോത്സവം സംഘടിപ്പിച്ചു. തൃത്താല ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ നടന്ന വിജയോത്സവം ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി MP രാജേഷ് വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണവും കഴിച്ചാണ് മടങ്ങിയത്. സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഓവറോൾ കരസ്ഥമാക്കിയ തൃത്താല ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രതിഭകളെ അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഓവറോൾ ട്രോഫി സ്കൂളിലേക്ക് അനയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം വിജയോത്സവത്തിൽ മന്ത്രി MP രാജേഷ് പ്രതിഭകളെയും അധ്യാപകരെയും അനുമോദിച്ചു. വളരെ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു, ഒപ്പം ഊണും കഴിച്ചു. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിനുള്ളിൽ കയറി അതിക്രമം കാണിച്ച യുവാവ് അറസ്റ്റിൽ. മദ്യപിച്ച് വാഹനമോടിച്ച് പിടിയിലായ സുഹൃത്തിനെ ജാമ്യത്തിലിറക്കാനെത്തിയ ഷബീർ അലിയും സംഘവുമാണ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ അതിക്രമം കാണിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. മദ്യപിച്ച വാഹനമോടിച്ച കേസിൽ ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായ സുഹൃത്തിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി എത്തിയതായിരുന്നു പാലക്കാട് നൂറണി സ്വദേശി ഷബീർ അലിയും സുഹൃത്തുക്കളായ ഫൈസലും രാകേഷ് കുമാറും. നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ഷബീർ അലിയുടെ പേരിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞതോടെ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കാർ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാറിന്റെ ഫ്രണ്ട് വൈപ്പർ തകർക്കുകയും ഗ്ലാസുകളിലും മറ്റു ഭാഗങ്ങളിലും മുഴുവൻ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് പോറലേൽപ്പിക്കുകയും ചെയ്തു. 40,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. അതിക്രമക്കേസിൽ 1-ാം പ്രതിയായ ഷബീർ അലിയെ അറസ്റ്റ് ചെയ്തു. കേസിൽ ഷബീർ അലിയുടെ സുഹൃത്തുക്കളായ മറ്റ് 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 32 കേസുകളുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. പട്ടാമ്പിയിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടി. ഭക്ഷണശാലകളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലുമാണ് വ്യാപകമായ പരിശോധന നടത്തിയത്. ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭ ഹെൽത്ത് ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ വ്യാപക പരിശോധന ആരംഭിച്ചത്. ഭക്ഷണശാലകളും ശീതളപാനീയ കടകൾ, വഴിയോര കച്ചവടങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന. പരിശോധനയിൽ വലിയ തോതിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുത്തു. ജ്യൂസ് വിൽക്കുന്ന സ്ഥാപനങ്ങളിലെ വെള്ളം, ഐസുപ്പിലിട്ട വിഭവങ്ങൾ എന്നിവയെ പരിശോധിച്ചു. ഇതോടൊപ്പം കച്ചവട സ്ഥാപനങ്ങൾ ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നും ആരോഗ്യ വിഭാഗം ഉറപ്പുവരുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും ടൗൺ കേന്ദ്രീകരിച്ചും വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. നിയമലംഘനം കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്ക് പിഴയുൾപ്പെടെ ചുമത്തിയാണ് പരിശോധന നടത്തുന്നത്. ന്യൂസ് 18 പട്ടാമ്പി.
പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലെ കനാൽ ഭാഗത്തെ പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നുണ്ട്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 61 കോടി രൂപ മുടക്കിയാണ് റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം നടത്തുന്നത്. റോഡിന്റെ നിർമ്മാണം വേഗത്തിലാണെങ്കിലും പാലത്തിന്റെ നിർമ്മാണം മാസങ്ങളായി ഇഴഞ്ഞു തന്നെയാണ് നീങ്ങുന്നത്. ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് രാജ്യാന്തര നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയായെങ്കിലും ഏഴംകുളം ദേവീക്ഷേത്രത്തിന് സമീപം നിർമ്മിക്കുന്ന കനാൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് പ്രദേശവാസികളെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നത്. പഴയ പാലം പൊളിച്ചു മാറ്റിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നാണ് നാട്ടുകാരുടെ പരാതി. പാലം പണി വൈകുന്നത് കാരണം ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ ഏഴംകുളം ജംഗ്ഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിലോ അടിയന്തരമായ ചികിത്സാ സഹായം വേണമെങ്കിലോ 4.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് പോകേണ്ടുന്നത്. അത്രയൊരു അവസ്ഥയാണുള്ളത്. പാലം നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ പറക്കോട് മാർക്കറ്റിലേക്കും സ്കൂളിലേക്കും വിദ്യാർത്ഥികളടക്കമുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. ഈ വഴിയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. 3 മാസമായി കട അടച്ചിട്ടിട്ട് ഇതുമായിട്ടും ഒരു കച്ചവടം പോലും ഞങ്ങൾക്ക് നടക്കുന്നില്ല. ഇവര് 3 മാസം കൊണ്ട് ചെയ്തു തരാന്ന് പറഞ്ഞ പണി ഇപ്പോഴും ചെയ്തിട്ടില്ല. പാലമുക്ക് സൈഡിലോട്ടും ഈ ഏഴംകുളം മറ്റേ സൈഡിലോട്ടും എല്ലാം കറക്റ്റായിട്ട് ജോലി പോകുന്നുണ്ട്. ഈ അമ്പലത്തിന്റെ ആ സൈഡ് മാത്രം ആരും ഒരു ജോലിയും ചെയ്യാൻ വരുന്നില്ല. ഇവര് 2-3 മാസം കോന്നിയിലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞറിഞ്ഞത്. കോന്നിയിലെന്ന് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇവര് തിട്ട കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് മണ്ണ് പൊളിച്ചെടുത്തത്. ഇപ്പൊ ഇവര് പറയുന്നത് വേണേ തേച്ച് തരാം, എന്തോ ഒരു ഔദാര്യത്തിൽ തരാവുന്ന രീതിയിലാണ് ഇവരിപ്പോ സംസാരിക്കുന്നത്. ഒക്ടോബറിൽ പാലത്തിന്റെ പണികൾ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ ഉറപ്പു നൽകിയതെങ്കിലും മാർച്ച് മാസം കഴിഞ്ഞാലും പണികൾ പൂർത്തിയാക്കില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റോഡിന്റെയും പാലത്തിന്റെയും പണികൾ പൂർത്തിയാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോതമംഗലം പെരിയാർ വാലി കനാൽ ബണ്ട് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ചേലാട് ഇന്റർനാഷണൽ സ്റ്റേഡിയം, ഭൂതത്താൻ കെട്ട് ജലവൈദ്യുത പദ്ധതി എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിണ്ടിമന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ചെമ്മീൻകുത്ത് ജംഗ്ഷനിൽ നിന്നും മുത്തംകുഴിയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും മുൻ നഗരസഭാ ചെയർമാൻ KP ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ചെറുതുരുത്തിയിൽ ട്രെയിനിടിച്ച് ഒരാൾ മരിച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടേരിയിലാണ് സംഭവം. ചെറുതുരുത്തി സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. രാത്രി 8 മണിക്കായിരുന്നു അപകടം. തിരുവനന്തപുരം പെരുമാതുറയിൽ സ്കൂൾ കുട്ടികളെ കുത്തിനിറച്ചു വന്ന സ്കൂൾ ബസ് തടഞ്ഞ് നാട്ടുകാർ. ചിറയൻകീഴ് നോബിൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് നാട്ടുകാർ തടഞ്ഞത്. 65 കുട്ടികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. സാധാരണ കുട്ടികൾക്ക് ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതില്ലാത്ത രീതിയിൽ കുട്ടികളെ കുത്തിഞ്ഞെരുക്കി കൊണ്ടുവന്നത് ഇവിടെയുള്ള ആളുകൾ വണ്ടി തടഞ്ഞു. 15-ാം നമ്പർ ബസ്സിൽ കുട്ടികളെ കയറ്റാൻ കുറച്ച് കുട്ടികൾ ആ വണ്ടി കാലടിച്ചാണ് പോയത്. ചിറയൻകീഴ് നോബിൾ സ്കൂളിന്റെ 3 ബസ്സുകളാണ് തീരദേശ മേഖലയിൽ സർവീസ് നടത്തുന്നത്. എന്നാൽ കുട്ടികൾക്കായി നമ്പർ തിരിച്ച് ബസ് നൽകിയിട്ടില്ല. കിട്ടുന്ന ബസ്സിൽ കയറിപ്പോവുകയാണ് പതിവ്. ഇതോടെ പലപ്പോഴും അവസാനം വരുന്ന ബസ്സിലാകും കൂടുതൽ കുട്ടികൾ. ഇന്ന് രാവിലെയും ഇതായിരുന്നു സ്ഥിതി. കുട്ടികളെ കുത്തി നിറച്ചെത്തിയ ബസ്സിൽ കയറാൻ മറ്റു കുട്ടികൾ വിസമ്മതിച്ചു. ഇതോടെ നാട്ടുകാർ ഇടപെടുകയായിരുന്നു. 65 കുട്ടികളാണ് ഈ സമയം ബസ്സിലുണ്ടായിരുന്നത്. അതായത് അനുവദനീയമായതിലും ഇരട്ടി. PTA പ്രസിഡന്റ് എപ്പോഴും പറയും പരിഹരിക്കാം, ഉടനെ തന്നെ നടപടി എടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെയും ബസ് ഫീസ് ചോദിക്കാനില്ലാത്ത രീതി ഒരു നടപടിയും എടുത്തിട്ടില്ല. ഈ വിഷയം പലവട്ടം രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ അറിയിച്ചു. എന്നാൽ പരിഹാരമുണ്ടായില്ല. ഒരു ബസ്സിനെ കൈകാണിച്ച് സാധാരണ സർവീസ് പോലെ റൂട്ടിലോടുന്ന ബസ് പോലെ കൈകാണിച്ച് കുട്ടികളെ തടഞ്ഞു നിർത്തിയേക്ക് ബസ്സിൽ കയറേണ്ട അവസ്ഥയാണ് ഉള്ളത്. 1 മണിക്കൂറിലേറെ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് ഇടപെട്ട് കൂടുതൽ സ്കൂൾ ബസ്സുകൾ എത്തിക്കുകയായിരുന്നു. ന്യൂസ് 18 പെരുമാതുറ. കോഴിക്കോട് കോടഞ്ചേരിയിൽ യുവാവ് കിണറ്റിൽ വീണ് മരിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി ഷംജീറാണ് മരിച്ചത്. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. പാർക്കിങ്ങിന് സമീപത്തെ ആൾമറയില്ലാത്ത കിണറിന് സമീപം നിൽക്കവെ കാൽ വഴുതി വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇടുക്കിയുടെ മലമടക്കുകൾ കീഴടക്കിയ ഹൈറേഞ്ചുകാരെ പടം പിടിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു ഫോട്ടോഗ്രാഫറുടെ കഥ കാണാം ഇനി. ഇടുക്കി ഡാം ഇരിക്കുന്ന സ്ഥലത്തെ ആദ്യമായി ക്യാമറയിൽ പകർത്തിയത് ഈ തൊടുപുഴക്കാരനായിരുന്നു. ഫോട്ടോഗ്രാഫർ MJ ഫിലിപ്പ് വിട പറഞ്ഞെങ്കിലും ഫിലിപ്പിന്റെ ആ പഴയ സ്റ്റുഡിയോ തന്നെയാണ് അദ്ദേഹത്തിന്റെ പുതുതലമുറയുടെയും ജീവിതമാർഗം.
കൊലുമ്പനൊപ്പം മല കണ്ടിറങ്ങിയ മലങ്കര സൂപ്രണ്ട് WJ ജോൺ ആദ്യമെത്തിയത് തൊടുപുഴക്കാരനായ ഫോട്ടോഗ്രാഫർ ഫിലിപ്പിനടുത്തേക്കാകണം. 1930കളിൽ ഇടുക്കി അണക്കെട്ടെന്ന ആശയം ഉദിച്ചപ്പോൾ അണക്കെട്ടുയരേണ്ട സ്ഥലം ക്യാമറയിൽ പകർത്താൻ അന്നത്തെ മലങ്കര സൂപ്രണ്ടിനെ സഹായിച്ചതും ഫിലിപ്പായിരുന്നു. അങ്ങനെ അണക്കെട്ടുയരുന്നതിനു മുൻപ് സ്ഥലത്തുണ്ടായിരുന്ന കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആദ്യ പടം ഫിലിപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു. പകർത്തുന്ന ഓരോ ചിത്രങ്ങളും ചരിത്രത്തിലെ ഏടുകളാകുമെന്ന് ഒരുപക്ഷെ ഫിലിപ്പ് കരുതി കാണില്ല. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഫിലിപ്പിന്റെ ചിത്രങ്ങൾ അപൂർവ ശേഖരങ്ങളായി. കിലോമീറ്ററുകളോളം കാൽനടയായി യാത്ര ചെയ്തും കുന്നും മലയും കയറിയുമായിരുന്നു അപ്പാപ്പന്റെ കാലത്തെ പടം പിടുത്തമെന്ന് കൊച്ചുമകൻ നിഖിൽ ഓർത്തെടുക്കുന്നു. പലതരത്തിലുള്ള ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ക്യാമറ തലയിൽ ചുമന്നുകൊണ്ടാണ് ഇതുകൂടി ക്യാമറകൾ ചുമന്നുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഇടുക്കിയിലേക്ക് ഇവിടുന്ന് അന്ന് വാഹന സൗകര്യം ഇല്ലാതിരുന്നതിൻ്റെ പേര് നടന്നൊക്കെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഫോട്ടോയാണ് എടുക്കാൻ സാധിക്കുള്ളൂ, ഒരു ഫിലിമാണ് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര സ്ലൈഡർ ഉണ്ടോ അതനുസരിച്ചാണ് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1-2 സ്ലൈഡറാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോരുക, തിരിച്ചു വന്ന് സ്റ്റുഡിയോയിൽ വന്ന് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കുകയുള്ളൂ. ഫോട്ടോ പിടിക്കുന്ന യന്ത്രം വാങ്ങാൻ ഇടുക്കിയിൽ നിന്ന് ആദ്യം കപ്പൽ കയറിയതും ഫിലിപ്പാണ്. അന്ന് കോട്ടും ടൈയും ഇട്ട് ഇടുക്കിയിലെത്തിയ ഫിലിപ്പിനു മുന്നിൽ പ്രമാണിമാർ പോലും പടം പിടിക്കാൻ അനങ്ങാതെ നിന്നു. ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ സ്റ്റുഡിയോ തൊടുപുഴയിൽ ആരംഭിച്ചതും ഫിലിപ്പായിരുന്നു. 1988 MJ ഫിലിപ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം ഫിലിപ്പിന്റെ തലമുറ വഴിമാറിയില്ല. മകൻ MP ജോൺസന്റെയും ചെറുമകൻ നിഖിലിന്റെയും ജീവിതമാർഗമായിരുന്നത് ഫിലിപ്പിന്റെ ആ പഴയ ലോയൽ സ്റ്റുഡിയോ തന്നെയാണ്. ന്യൂസ് 18 തൊടുപുഴ. നാദാപുരം തെരുവുംപറമ്പിൽ മയ്യഴിപ്പുഴ കയ്യേറിയതായി പരാതി. പുഴയോരം മണ്ണിട്ട് മൂടി ഏക്കർ കണക്കിന് ഭൂമിയാണ് കയ്യേറിയത്. നാദാപുരം വില്ലേജിലെ തെരുവുംപറമ്പ് വയോജന പാർക്കിന് സമീപം കിണമ്പ്രക്കുന്നിന് താഴെയാണ് മയ്യഴിപ്പുഴ നികത്തി വ്യാപകമായി ഭൂമി കയ്യേറിയത്. പുഴയുടെ ഭാഗത്ത് നിർമ്മാണം നടത്തുന്നതായി ജില്ലാ കളക്ടർക്കും റവന്യൂ വിഭാഗത്തിലും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ട്. പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും മണ്ണെടുത്ത് പുഴയുടെ ദിശ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പുഴയോട് ചേർന്ന കൈത്തോട് വൻതോതിൽ മണ്ണിട്ട് നികത്തിയ നിലയിലാണ്. കാലവർഷത്തിൽ ഉരുൾപൊട്ടലും പ്രകൃതിക്ഷോഭവും ഉണ്ടായി വൻതോതിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്ന പുഴയാണിത്. സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നടത്തുന്ന പ്രവൃത്തികൾ അടിയന്തരമായി തടയണമെന്നും പ്രവൃത്തി നടത്താൻ നേതൃത്വം നൽകിയവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. മയ്യഴിപ്പുഴയുടെ നാദാപുരം പഞ്ചായത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഭാഗം ഓൾറെഡി ഇപ്പോൾ നികത്തി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റുള്ള ഭാഗങ്ങൾ നികത്താൻ വേണ്ടി മണ്ണ് അവിടെ ഇറക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും വില്ലേജ് ഓഫീസറിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ നികത്തുന്ന സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഇത് നികത്തിക്കഴിഞ്ഞാൽ ഈ പുഴ തന്നെ ഇല്ലാതാകും. ഭാവിയിൽ നേരത്തെ ഉരുൾപൊട്ടി വൻ അപകടമുണ്ടായ പ്രദേശത്ത് വെള്ളം ഒഴുകി പോകാതെ തടസ്സം നിൽക്കും. ഇത് വൻ പരിസ്ഥിതി ആഘാതത്തിന് ഇടയാക്കും. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ മണ്ണും പാറകളും ഒലിച്ചിറങ്ങി പുഴയുടെ മിക്ക ഭാഗങ്ങളും നിറഞ്ഞിരുന്നു. സ്വകാര്യ വ്യക്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 നാദാപുരം. കൊല്ലം കടയ്ക്കലിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് അപകടം. മടത്തറ കുളത്തൂപ്പുഴ റോഡിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. കാർ യാത്രക്കാരായ 2 പേർക്ക് പരുക്കേറ്റു. പരുക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മടത്തറയിൽ നിന്നും കുളത്തൂപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കാറും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയുമായി മടത്തറയിലേക്ക് വന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാലത്തിലെ കൈവരിയിലിടിച്ച് അപകടം. കാട്ടാക്കടയിൽ നിന്ന് അന്തിയൂർ കോണത്തേക്ക് പോയ ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. നിസാര പരിക്കേറ്റ മേപ്പുകട സ്വദേശിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ബാലരാമപുരം തേമ്പാമുട്ടത്ത് ഓട്ടോറിക്ഷയും ബൈക്കുകളും കൂട്ടിയിടിച്ച് 7ഓളം പേർക്ക് പരുക്ക്. കുട്ടികൾ ഉൾപ്പെടെ പരുക്കേറ്റവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബാലരാമപുരം പോലീസ് മേൽ നടപടി സ്വീകരിച്ചു.
കൊല്ലം കൊട്ടാരക്കരയിൽ കല്യാണ വണ്ടി തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നെല്ലിക്കുന്നത്ത് നിന്ന് ഉച്ചയോടെയായിരുന്നു വിവാഹ സൽക്കാരത്തിന് പോയ കാർ അപകടത്തിൽപ്പെട്ടത്. കാർ കയറ്റും കയറിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ പറമ്പിലേക്ക് ഉരുണ്ടു മറയുകയായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് കാറിലുണ്ടായിരുന്ന 4 പേരെയും രക്ഷപ്പെടുത്തിയത്. ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനി പിടിയിൽ. ജാർഖണ്ഡ് സ്വദേശി അക്തർ അൻസാരിയെയാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത്. കരുനാഗപ്പള്ളി സ്വദേശിനിയുടെ 10 ലക്ഷത്തിലധികം രൂപ സൈബർ തട്ടിപ്പിലൂടെ ഇയാൾ കവർന്നിരുന്നു. മാരാരിത്തോട്ടം സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത്. ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ കഴിയാതെ വന്നപ്പോൾ ഗൂഗിളിൽ തിരഞ്ഞു. കിട്ടിയതാകട്ടെ വ്യാജ കസ്റ്റമർ കെയർ നമ്പർ. നിർദ്ദേശങ്ങൾ നൽകിയ ഓൺലൈൻ തട്ടിപ്പ് സംഘം യുവതിയിൽ നിന്ന് 10 ലക്ഷത്തിലധികം രൂപ കൈക്കലാക്കി. പോലീസ് അന്വേഷണത്തിൽ പ്രതി ജാർഖണ്ഡിലാണെന്ന് മനസ്സിലാക്കി. കർമ്മതാർ ഗ്രാമത്തിൽ നിന്നാണ് പ്രതി അക്തർ അൻസാരിയെ പിടികൂടിയത്. 15 അംഗ സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഗ്രാമീണരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയാണ് സംഘം പണം കൈമാറ്റം ചെയ്തിരുന്നത്. കൂടുതൽ പ്രതികൾ ഉടൻ വലയിലാകുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് മണ്ണാർക്കാട് വീണ്ടും കഞ്ചാവ് വേട്ട. 15 കിലോ കഞ്ചാവുമായി യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡാൻസ് ആപ്പ് ടീമിന്റെ നേതൃത്വത്തിൽ വട്ടമ്പലം കുളപ്പാടം റോഡിൽ നടത്തിയ പരിശോധനയിൽ ഇവരെ പിടികൂടിയത്. തൃശൂർ സ്വദേശി PS അരുൺ, മലപ്പുറം സ്വദേശി നിസാർ എന്നിവരെയാണ് പിടിയിലായത്. കാസർഗോഡ് അജൈവ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മാതൃക തീർത്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനയ്ക്കായി ഹൈടെക് സംവിധാനങ്ങളും എത്തിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് തരംതിരിക്കാൻ ജോലി ഉൾപ്പെടെ സുഗമമായി നടക്കുന്നതിനുള്ള യന്ത്ര സംവിധാനങ്ങളാണ് തൃക്കരിപ്പൂരിൽ ഒരുക്കിയിട്ടുള്ളത്. ബെയിലിംഗ് മെഷീൻ, മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള കൺവെയർ ബെൽറ്റ്, കെട്ടിയൊരുക്കിയ മാലിന്യം വാഹനത്തിലെത്തിക്കാനുള്ള മിനി ക്രെയിൻ എന്നീ നൂതന സംവിധാനങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവയുടെ സ്വിച്ച് ഓൺ കർമ്മം നവകേരളം കർമ്മ പദ്ധതി സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ TN സീമ നിർവഹിച്ചു. CPI ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി CPI കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആടുകളെ നൽകി. CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം EK ശിവൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. CPI കോതമംഗലം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി അധ്യക്ഷത വഹിച്ചു. എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുജയന്റെ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. ഭരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ്, ജിബിൻ എന്നിവരാണ് പിടിയിലായത്. ഋതുവിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഋതുവിന്റെ വീട് ആക്രമിച്ചത്. വീടിന്റെ ജനൽ ചില്ലുകളും സിറ്റൌട്ടിന്റെ ഒരു ഭാഗവുമാണ് തകർത്തത്. ഋതു പോലീസ് പിടിയിലായതോടെ അച്ഛനും അമ്മയും ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിരുന്നതിനാൽ ആക്രമണം നടക്കുമ്പോൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഋതുവിന്റെ സുഹൃത്തായ ഗോവിന്ദ്, ഋതുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ സുഹൃത്ത് ജിബിൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിക്കെതിരെ ജനരോക്ഷം ശക്തമായതിനാൽ ആക്രമണത്തിന് പിന്നാലെ ഋതുവിന്റെ വീട്ടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് ഋതു അതിദാരുണമായി കൊലപ്പെടുത്തിയത്. പരിക്കേറ്റ ജിതിൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കം നടത്തി ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് 18 കൊച്ചി. നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഗോപന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഗോപന്റെ കാലിൽ പ്രമേഹത്തെ തുടർന്നുള്ള 2 മുറിവുകളുണ്ടായിരുന്നു. ഹൃദയവാൽവിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള വിശദമായ പോസ്റ്റ്മോർട്ടം ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകും. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ അസ്വാഭാവിക മുറിവുകളോ ക്ഷതമോ കണ്ടെത്തിയിട്ടില്ല. കാലുകളിൽ പഴക്കം ചെന്ന മുറിവുണ്ട്. ഇത് പ്രമേഹത്തെ തുടർന്നുണ്ടായതെന്നാണ് നിഗമനം. ഹൃദയവാൽവിൽ 2 ബ്ലോക്കുകൾ കണ്ടെത്തി. ഇത് മരണകാരണമായോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ദീർഘനാളായി കിടപ്പിലായിരുന്നു ഗോപൻ. ഇതിന്റെ ഭാഗമായി ചെറിയ മുറിവുകളും കരിവാളിപ്പും ശരീരത്തിലുണ്ടായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത തെളിയിക്കാനുള്ള വിവരങ്ങൾ പ്രാഥമിക റിപ്പോർട്ടിലില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണത്തിൽ വ്യക്തതയുണ്ടാവൂ.
ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഇനിയും സമയമെടുത്തേക്കും. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനുശേഷം മാത്രമാകും തയ്യാറാക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമരം ചെയ്ത വൈദികരുമായുള്ള ചർച്ച നാളെ നടക്കും. മെത്രോപൊലീത്തൻ വികാരിയായി ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയാണ് ചർച്ച നടത്തുക. ചർച്ച ഇന്ന് നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ബിഷപ്പിന്റെ അസൌകര്യം കണക്കിലെടുത്താണ് ചർച്ച ഒരു ദിവസത്തേക്ക് കൂടി നീട്ടിയത്. സമരം ചെയ്ത വൈദികർക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുക, അതിരൂപതയിലെ ഭരണസമിതികൾ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങളായി അൽമായ മുന്നേറ്റവും വൈദികരും മുന്നോട്ട് വെച്ചിരിക്കുന്നത്.